Hello, my dear students. Welcome to Nova Aspire Academy. 10th സ്റ്റാൻഡേർഡ് CBSE കെമിസ്ട്രിയിലെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാലൻസിങ് ദ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ സെഡ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എയിൽ റൈറ്റ് സൈഡിൽ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം എയിൽ 2 ഇട്ട് കൊടുക്കാം. ദെൻ ഓക്സിജൻ ലെഫ്റ്റ് സൈഡിൽ 2ഉം റൈറ്റ് സൈഡിൽ 3യുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കൊണ്ട് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം, റൈറ്റ് സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2Al ആണ് ലെഫ്റ്റ് സൈഡിൽ, ബട്ട് റൈറ്റ് സൈഡിൽ 4Al ആയിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ കട്ട് ചെയ്ത് 4 ഇട്ട് കൊടുക്കാം. 4Al, then oxygen 6, right side also 6. So the values are 4, 3 and 2. The option is first one, A. 4, 3, 2 is the correct answer. Magnesium ribbon is rubbed with sandpaper before making it to burn. The reason of rubbing ribbon is to. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റിമൂവ് മോയ്സ്ചർ കണ്ടന്റ് over the surface of ribbon, generate heat due to exothermic reaction, remove magnesium oxide formed over the surface of magnesium, mix silicon from the sandpaper, silicon dioxide silicon dioxide with the magnesium for lower ignition temperature of the ribbon. ഇതിൽ മഗ്നീഷ്യം ഹയർ റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് മഗ്നീഷ്യത്തിൻ്റെ സർഫസിൽ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാവുക. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഗ്നീഷ്യം ആദ്യം റബ്ബ് ചെയ്യേണ്ടത്, സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി, ടു റിമൂവ് magnesium oxide formed over the surface of magnesium is ആണ് correct answer. To remove magnesium oxide formed over the surface of magnesium. മഗ്നീഷ്യം ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ഫോർമേഷനാണ് ആദ്യം നടക്കുക. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ്സ് ഫോം ചെയ്യും. ഈ ഓക്സൈഡ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു റിയാക്ഷനിലേക്ക് മഗ്നീഷ്യം പോവില്ല. അപ്പോൾ മഗ്നീഷ്യം നന്നായി ബേൺ ചെയ്യാൻ പറ്റില്ല. ഇതാണ് റീസൺ. ആദ്യം സാൻഡ് പേപ്പർ വെച്ച് മഗ്നീഷ്യം റിബൺ റബ്ബ് ചെയ്ത് കളയണം എന്ന് പറയുന്നതിനുള്ള റീസൺ ഇതാണ്. ഈഥേൻ ഓൺ കമ്പഷൻ ഗേവ് carbon dioxide and water. It shows the result are in accordance with the law of conservation of mass. Then coefficient of oxygen is equal to. ഇതാണ് ക്വസ്റ്റ്യൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഓഫ് എനി സബ്സ്റ്റൻസ്, എനി കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ to give carbon dioxide and water, and always water will be in the form of vapor and heat and light. 4 products will be there: carbon dioxide, water, heat and light. So it follows law of conservation of mass, indicating it is a balanced chemical reaction. Okay, so ethane is C2H6, okay, plus, and that is combustion. The process of combustion means burning in presence of oxygen. So oxygen to give the products are carbon dioxide, CO2 and water. CO2 and water. Okay, water, and along with the heat and light is produced. Heat and light is produced. Okay, so ഇവിടെ കാർബൺ 2 എണ്ണം ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കാർബൺ എന്തായാലും വേണം. ഓക്കെ, സോ 2 കാർബൺ. Then hydrogen, in the case of hydrogen 6 hydrogen is present in the left side, but here only 2 hydrogen, so 3 into 2, 6 hydrogen. Now 6 hydrogen is present in the right side also. Then oxygen, in the case of oxygen only 2 oxygen is present here. In the right side 2 into 2, 4, plus here 3. Totally 7 oxygen is present.
7 ഓക്സിജൻ. ഇവിടെ 2 ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2നെ 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 ഉണ്ട്, ആ 2 ഇൻറ്റു 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 itself. 2 cancels each other and 7 and 7. ഓക്സിജൻ ഈ ഭാഗത്തും 7 ആവും, ഈ ഭാഗത്തും 7 ആവും. ഓക്കെ, സോ ഓക്സിജൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 7/2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്സിജൻ്റെ കോഎഫിഷ്യൻറ്റ് 7/2 ആണ് കറക്റ്റ്. ഐഡൻറ്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്: C2H6O ആൻഡ് C2H4O. ആദ്യത്തെ കേസ് എടുക്കാം, C2H6O. ഇങ്ങനെ വരുമ്പോൾ മക്കളെ ഒരു ഓക്സിജൻ മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോളിക്കുലാർ ഫോർമുലയിൽ ഉള്ളത് എങ്കിൽ ഒരു ഓക്സിജൻ മാത്രം വരുന്ന 3 ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1 OH ആൽക്കഹോൾ, 2 CHO ആൽഡിഹൈഡ്, 3 കീറ്റോൺ CO. ഓക്കെ, ഈ 3-ൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയാണ് ഒരു O ആ മോളിക്കുലാർ ഫോർമുലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പോൾ C2H6O ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം OH ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, OH ആണെങ്കിൽ ഇവിടെ OH ഒരു വാലായിട്ട് OH ഇട്ട് കൊടുക്കാം. ബാക്കി എത്ര കാർബൺ? 2 കാർബൺ അതിലുണ്ട്. 6 ഹൈഡ്രജൻ ഉണ്ട്, അതിലൊരു ഹൈഡ്രജൻ OHലെ ഹൈഡ്രജനായിട്ട് പോയി, ബാക്കി 5 ഹൈഡ്രജൻ നിലവിലുണ്ട്. അപ്പോൾ C2H5OH അതൊരു ആൽക്കഹോളാണ്. ഏത് ആൽക്കഹോളാണ്? എത്തനോളാണ്. C2H5OH എന്ന് പറയുന്നത് എത്തനോളാണ്. സോ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദിസ് മോളിക്യൂൾ ഈസ് C2H5OH. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി ഇതിൽ CHO ആണ് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. CHO ഇട്ടു, ബാക്കി കാർബൺ 1 കാർബൺ ഉള്ളൂ, ബാക്കി ഹൈഡ്രജൻ 5 എണ്ണം ഉണ്ട്. ഇതൊരിക്കലും പോസിബിൾ അല്ല. CH5 എന്നും പറഞ്ഞിട്ടൊരു മോളിക്യൂള് പോസിബിൾ അല്ല. അപ്പോൾ ദാറ്റ് ചാൻസ് ഈസ് ലെസ്. ഇനി CO വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 3 മോളിക്യൂൾസ് എങ്കിലും കാർബൺ വേണം. 3 കാർബൺ മസ്റ്റാണ്. കാരണം സിയോയുടെ ഈ സൈഡിലും ഒരു കാർബൺ അറ്റാച്ച് ചെയ്യണം, ഈ സൈഡിലും കാർബൺ അറ്റാച്ച് ചെയ്യണം. CO എന്ന കീറ്റോൺ ഗ്രൂപ്പിനെ നമുക്ക് ഒരിക്കലും ഒരു കോമ്പൗണ്ടിൻ്റെ അറ്റത്ത് ഒരു എൻഡിൽ കൊണ്ട് എഴുതാൻ പറ്റില്ല. എപ്പോഴും മിഡിലായിട്ടാണ് CO ഗ്രൂപ്പ് ഇരിക്കുക. ഓക്കെ, സോ മിനിമം 3 കാർബൺ വേണം ഒരു കീറ്റോൺ അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, സോ our first compound, the functional group present in C2H6O is OH, that is alcohol. Okay, and considering second compound C2H4O. ഒരു ഓക്സിജൻ തന്നെയാണുള്ളത്. ചെക്ക് ചെയ്യാം അത് OH ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. OH ഇട്ടു, ബാക്കി 2 കാർബൺ ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജനാണ് ഉള്ളത്. ഇങ്ങനൊരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. C2, അതായത് 2 കാർബൺ ഇങ്ങനെയും പിന്നെ ഒരു 3 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ബാലൻസ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി ഇല്ല. ഇനി ചെക്ക് ചെയ്യാം രണ്ടാമത്തത് CHO ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. CHO ഇട്ടു, CH ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 കാർബൺ ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജനുമുണ്ട്. C2H4Oയിൽ CHO, ഒരു CHO അങ്ങോട്ട് പോയി, ബാക്കി 1 കാർബൺ ഉണ്ട്, പിന്നെ 3 ഹൈഡ്രജൻ ഉണ്ട്. CH3CHO. ഈ കോമ്പൗണ്ട് പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ മോളിക്യൂളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. മോളിക്യൂളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO എന്ന് പറയുന്നത് അത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇതേത് മോളിക്യൂളാണ്? ഇതാണ് 2 കാർബൺ ഉണ്ട്, എത്തനാൾ. ഈത്തൈൻ 1 ആൾ എത്തനാൾ.
ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ ഓഫ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് എ റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 2FeSO4 gives under the presence of a heat Fe2O3 plus SO2 plus SO3. ഇതാണ് കംപ്ലീറ്റ് റിയാക്ഷൻ. ഓക്കെ, കെമിക്കൽ ഇക്വേഷൻ എഴുതാം. രണ്ടും ഗ്യാസ് തന്നെയാണ്, SO2 ഗ്യാസ് തന്നെയാണ്, SO3 ഗ്യാസ് തന്നെയാണ്. ഡീകമ്പോസിഷനാണ് ഇത്. ഏത് ഡീകമ്പോസിഷനാണ്? തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ക്യുക്ലൈം? ക്യുക്ലൈം എന്ന് പറയുന്നത് CaO ആണ്. ക്യുക്ലൈം എന്ന് പറയുന്നത് COയിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, H2O ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CaOH ട്വൈസ്, അതായത് ഈ CaOH ട്വൈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇതിനെ പറയുന്ന പേരാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് ലൈം വാട്ടർ. ഓക്കെ, ലൈം വാട്ടർ ഉണ്ടാവും. പക്ഷേ ഈ റിയാക്ഷൻ ഹൈലി എക്സോതെർമിക് ആണ്. ഹൈലി എക്സോതെർമിക് ആയതുകൊണ്ട് ഹീറ്റ് ഹൈ ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്.